അത് നമ്മുടെ സിദ്ധാർത്ഥിന് മാത്രമല്ല, ഇനി ആര് ഈ ഉപരി വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു വന്നാലും അത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെ ഇങ്ങനെ ആക്രമിച്ച് അത് അവസാനം ആത്മഹത്യയിലേക്ക് ചെന്നെത്തുന്ന പ്രവണത നമ്മുടെ സംസ്ഥാനത്ത് അവസാനിപ്പിക്കണം. പ്രതിപക്ഷം ഇതിന് മാത്രമല്ല, എല്ലാത്തിനും മുതലെടുപ്പ് നടത്തുകയാണ്. എല്ലാത്തിനും അഭിപ്രായം വിപരീതമായിട്ട് കൊണ്ടുവരിക. എന്ത് വന്നാലും മുഖ്യമന്ത്രി അതിൻ്റെ ഉത്തരവാദിയാകുന്ന ഒരവസ്ഥ വരുന്നു. ഡീനിനെ ആയാലും അയാൾ തെറ്റ് കാണിച്ചാൽ അയാളെ ശിക്ഷിക്കണം. അതിനകത്ത് ഞാൻ ഉറച്ചു നിൽക്കുന്ന ഒരു ആളാണ്. ഡീനിനെ സംരക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കോളേജിൽ നടന്നത് ഡീനല്ല കുട്ടികളെ ആക്രമിച്ചത്. ഈ മരണപ്പെട്ട പയ്യനെ ആക്രമിച്ചതും ഡീനല്ല. പിന്നെ ഡീന് എന്താണ് നമ്മളിങ്ങനെ പറയുന്നത്? അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് പോലീസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടെ അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. യൂണിവേഴ്സിറ്റിക്ക് വൈസ് ചാൻസലറുണ്ട്, രജിസ്ട്രാറുണ്ട്, ഡീൻമാരുണ്ട്. ഇവരുടെ എല്ലാം ഒരു മേൽനോട്ടം ആ കോളേജിലുള്ളതാണ്. കുട്ടികളെയൊക്കെ പലപ്പോഴും ഞാനും അവിടെ പോകുന്ന ഒരാളാണ്. പക്ഷേ ആരെയും സംരക്ഷിക്കേണ്ടെന്ന് ഒരാവശ്യവും ഈ ഒരു പ്രശ്നത്തിലില്ല. സിദ്ധാർത്ഥിൻ്റെ ഈ അദ്ദേഹത്തിൻ്റെ മരണം അല്ലെങ്കിൽ ആത്മഹത്യ അതെങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളതാണ് നാം പരിശോധിക്കേണ്ടത്. ഇപ്പോൾ പലരും പറയുന്നുണ്ടല്ലോ, 3 ദിവസമായി ആ പയ്യന് അല്ലെങ്കിൽ സിദ്ധാർത്ഥന് അവിടെ പല വിധത്തിലും അതിനെ ആക്രമിച്ചു, പരിക്കേൽപ്പിച്ചു എന്നൊക്കെ പറയുമ്പോഴും അതാരാണ് ചെയ്തത്, എന്തിൻ്റെ കാരണത്താലാണ് അത് ചെയ്തത്, അതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. പക്ഷേ നമുക്കറിയാം, ബാത്റൂമിലും ആത്മഹത്യ ചെയ്യുമ്പോഴും ഡീനെ അറിയിച്ചത് കുട്ടികളാണ്. അപ്പോഴുടനെ തന്നെ ഡീൻ അവിടെ എത്തിച്ചേർന്നതും ആംബുലൻസ് വിളിച്ചതും ആശുപത്രിയിൽ എത്തിച്ചതും എല്ലാം ഡീൻ തന്നെയാണ് എന്നുള്ള റിപ്പോർട്ട് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ തന്നെ ഞങ്ങളുടെ മുമ്പിൽ തന്നതാണ്. അപ്പോൾ പിന്നെ ഡീൻ എങ്ങനെയാണ് ഇതിനകത്ത് ഉത്തരവാദിയാകുന്നത്? ഡീനിനെ ആയാലും അയാൾ തെറ്റ് കാണിച്ചാൽ അയാളെ ശിക്ഷിക്കണം. അതിനകത്ത് ഞാൻ ഉറച്ചു നിൽക്കുന്ന ഒരു ആളാണ്. കാരണം പക്ഷേ സിദ്ധാർത്ഥിൻ്റെ മരണം ആത്മഹത്യ അതുകൊണ്ടൊന്നുമല്ല എന്നുള്ളതാണ് മനസ്സിലായത്. അത് പാർട്ടിയോ മറ്റൊന്നുമല്ല, ഏത് സംഘടനയായാലും തെറ്റ് ആരാണ് കാണിച്ചത്, അത് അധ്യാപകനാണെങ്കിലും അത് വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിലും അവരെ ശിക്ഷിക്കണം. ഇപ്പോൾ ഇതുവരെയുള്ള അന്വേഷണത്തിൽ ആരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, ആരെയാണ് സസ്പെൻഡ് ചെയ്തത്, നമ്മളത് പരിശോധിക്കണ്ടേ? എങ്കിൽ പിന്നെ ഡീനെ അറസ്റ്റ് ചെയ്യണ്ടേ? പക്ഷേ ഡീൻ ഒരു തെറ്റ് കാണിച്ചു. എന്തുകൊണ്ട് ഈ സിദ്ധാർത്ഥ് മരിച്ചപ്പോൾ, ഈ സിദ്ധാർത്ഥ് മരിച്ചത് ഉറപ്പാക്കിയപ്പോൾ ആശുപത്രിയിൽ പോയപ്പോൾ എന്തുകൊണ്ട് രക്ഷകർത്താക്കളെ അറിഞ്ഞില്ല? ശരിയാണ്, അവരെ അറിയിച്ചില്ല, ഡീൻ അറിയിച്ചില്ല, അതൊരു തെറ്റാണ്. 18-ാം തീയതി ഈ കുട്ടി ആത്മഹത്യ ചെയ്തു, മരണപ്പെട്ടു എന്നുള്ള വിവരം അറിഞ്ഞപ്പോൾ തന്നെ യൂണിവേഴ്സിറ്റിയോട് ഞങ്ങൾ ആവശ്യപ്പെട്ടു, എങ്ങനെയാണിത് മരണപ്പെട്ടത്, എന്താണ് ഇതിൻ്റെ കാരണം എന്നുള്ള റിപ്പോർട്ട് തരാൻ പറഞ്ഞു. പക്ഷേ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ കഴിഞ്ഞു. കുട്ടിയെ വീട്ടുകാർ വന്ന് ഏറ്റെടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് 20-ാം തീയതി റിപ്പോർട്ട് തന്നത്. ആ റിപ്പോർട്ടിൽ അവിടെ ഇന്ന കാര്യങ്ങൾ നടന്നു എന്നുള്ളത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഡീൻ്റെ കാര്യവും മറ്റതോ ഒന്നുമില്ല, കുട്ടികൾ തമ്മിലുള്ള പ്രശ്നമായി. എന്തിനാണ് ഈ കുട്ടി തിരുവനന്തപുരത്തേക്ക് തിരിച്ച കുട്ടിയെ എറണാകുളത്ത് വെച്ചേക്ക് തിരിച്ചു വിളിച്ചത്? ആ തിരിച്ചു വിളിച്ച പയ്യൻ ആരാണെന്നുള്ളത് കുട്ടിയുടെ അമ്മയ്ക്കറിയാം. ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, അത് ഇന്ന കുട്ടിയാണ് തിരിച്ച് എൻ്റെ മോനെ വിളിച്ചത്, ഏതോ ഒരു സർട്ടിഫിക്കറ്റ് തിരിച്ചു കൊടുക്കണം എന്നുള്ള നിലയ്ക്കാണ് പറഞ്ഞതെന്നുള്ളത് അമ്മയുൾപ്പെടെ പറയുന്നു. പക്ഷേ അമ്മയ്ക്ക് വിഷമം, അച്ഛനും വിഷമം. ഈ ഡീൻ എന്തുകൊണ്ട് ഈ കുട്ടി മരിച്ചത് വളരെ കൃത്യതയോടുകൂടി വിളിച്ച് പറഞ്ഞില്ല. ഒരു അധ്യാപകനാണ്, ശരിയാണ്, അവർ ചോദിക്കുന്ന ചോദ്യം ഉത്തരം അത് വളരെ കൃത്യമാണ്. അവർ ചോദിച്ച ചോദ്യം, അതിന് മറുപടി കൊടുക്കണമായിരുന്നു. അത് താമസം നേരിട്ടു കുട്ടികളാരാണ്ടാണ് വിളിച്ച് പറഞ്ഞെന്നുള്ളതാണ് ഞാൻ കേട്ടത്. പ്രതിപക്ഷം ഇതിന് മാത്രമല്ല, എല്ലാത്തിനും മുതലെടുപ്പ് നടത്തുകയാണ്. എല്ലാത്തിനും അഭിപ്രായം വിപരീതമായിട്ട് കൊണ്ടുവരിക. എന്ത് വന്നാലും മുഖ്യമന്ത്രി അതിൻ്റെ ഉത്തരവാദിയാകുന്ന ഒരവസ്ഥ വരുന്നു. അതല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയുടെ ഉത്തരവാദികളായിട്ടുള്ള മന്ത്രിമാരെ അതിന് ബലിയാടാക്കുന്നു. ആ തരത്തിലേക്കൊന്നും പോകേണ്ട ഒരാവശ്യമില്ല. ഇതൊരു പാവപ്പെട്ട വിദ്യാർത്ഥിയാണ്, മൃഗത്തെ സ്നേഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. ഒരുപാട് ആഗ്രഹത്തോടാണ് വെറ്റിനറി ഡോക്ടറാകണമെന്ന തരത്തിലേക്ക് പോയത് എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ സാധിച്ചത്. അത് നമ്മുടെ സിദ്ധാർത്ഥിന് മാത്രമല്ല, ഇനി ആര് ഈ ഉപരി വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു വന്നാലും അത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെ ഇങ്ങനെ ആക്രമിച്ച് അത് അവസാനം ആത്മഹത്യയിലേക്ക് ചെന്നെത്തുന്ന പ്രവണത നമ്മുടെ സംസ്ഥാനത്ത് അവസാനിപ്പിക്കണം. അതാണ് എനിക്ക് ഈ ഒരു സംഭവത്തോടു കൂടി എനിക്ക് അറിയാൻ കഴിയുന്നത്, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇതിന് ഒരു കാരണവശാലും കൂട്ടുനിൽക്കില്ല.